ഹമാസിനു മുന്നിൽ നിലപാട് കടുപ്പിച്ച് ഇസ്രായേൽ. ഒന്നുകിൽ കീഴടങ്ങൽ അല്ലെങ്കിൽ മരണം. ഹമാസിനെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനു മുന്നിൽ രണ്ടു വഴികളാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക. ലക്ഷ്യം നിറവേറുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഹമാസിനെ തുടച്ചു നീക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നു തന്നെയാണ് ഇസ്രയേലിന്റെ തീരുമാനം. ഗാസയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഭീഷണിയും ഇസ്രയേലിന്റെ നേർക്ക് ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ തങ്ങളുടെ എല്ലാ ശക്തിയും പുറത്തെടുക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ബന്ദിമോചനത്തിനും ചില ഉപാധികൾ നേരത്തെ ഇസ്രയേൽ മുന്നോട്ട് വെച്ചിരുന്നു. 40 ബന്ദികളെ മോചിപ്പിക്കുകയാണെങ്കിൽ 15 ദിവസം മുതൽ 30 ദിവസം വരെ വെടിനിർത്താൻ തങ്ങൾ ഒരുക്കമാണെന്നും ഹമാസ് നിർദ്ദേശിച്ച ഗാസയിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ഭാഗികമായോ പൂർണ്ണമായോ പിന്മാറാമെന്നും ഇസ്രയേൽ ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചിരുന്നു. എന്നാൽ ചർച്ചകളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ബന്ദികൾ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിനായിരിക്കുമെന്ന് ഹമാസ് വ്യക്തമാക്കി. ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് കടുത്ത നിലപാടിലേക്ക് ഇസ്രയേൽ എത്തിയത്. 10 സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്ന് ഹമാസ് അറിയിച്ചു. 720 ഇസ്രയേൽ സൈനിക വാഹനങ്ങൾ തകർത്തെന്നും ഹമാസും വ്യക്തമാക്കുന്നു. ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പോരാട്ടം തുടരാൻ തന്നെയാണ് ഹമാസിന്റെ തീരുമാനം. ഇസ്രയേൽ ആവർത്തിക്കുന്നത് ചരിത്രപരമായ അബദ്ധങ്ങളാണെന്നും ഹമാസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ 20,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.